നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മരുന്ന് മാറി കുത്തിവെച്ചതിനെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര മച്ചൽ മണപ്പുറം ശരത് ഭവനിൽ 28-കാരിയായ കൃഷ്ണപ്രിയയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിച്ചത്. കൃഷ്ണപ്രിയ അബോധാവസ്ഥയിലായ സംഭവത്തിൽ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ സർജറി വിഭാഗം ഡോക്ടർ ബിനുവിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണിത്. കൃഷ്ണപ്രിയയ്ക്ക് അലർജിയും ആസ്മയും ഉണ്ടായിരുന്നതായും അത് പരിഗണിക്കാതെയാണ് കുത്തിവയ്പ് എടുത്തതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. കടുത്ത വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കൃഷ്ണപ്രിയയെ തൈക്കാട് ആശുപത്രിയിലും തുടർന്ന് മലയങ്കീഴ് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. തൈക്കാട് ആശുപത്രിയിൽ സ്കാനിംഗ് നടത്തിയപ്പോൾ വൃക്കയിൽ കല്ല് കണ്ടെത്തി. അല്പം മൂർച്ഛിച്ച അവസ്ഥയിലാണെന്നും അടിയന്തരമായി സർജനെ കാണണമെന്നും നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച ബന്ധുക്കൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി ഒപിയിലെത്തി സർജനെ കണ്ടു. പരിശോധനകൾക്ക് ശേഷം വാർഡിൽ പ്രവേശിപ്പിച്ചു. തുടർ പരിശോധനകൾക്കായി രക്തവും മൂത്രവും എടുത്തു നൽകി. ഇത് ലാബിൽ നൽകാനായി കൂടെ ഉണ്ടായിരുന്ന ബന്ധു പോയപ്പോൾ കുത്തിവയ്പ് നൽകിയെന്നാണ് പരാതി. തുടർന്ന് യുവതി ബോധരഹിതയായതോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതേസമയം അലർജി ഉണ്ട് എന്ന് പെൺകുട്ടിയോ കൂടെയുള്ളവരോ പറഞ്ഞില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. യുവതിക്ക് ഡ്രിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രശ്നമുണ്ടായത്. കുത്തിവയ്പ് എടുത്തെന്ന ആരോപണം ശരിയല്ല. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. യുവതിയുടെ ആരോഗ്യനില നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ 6 ദിവസമായി ചികിത്സയിലായിരുന്നു കൃഷ്ണ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വയറുവേദനയെ തുടർന്ന് കൃഷ്ണയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആദ്യം തൈക്കാട് ആശുപത്രിയിലും പിന്നീട് മലയങ്കീഴിലും കൊണ്ടുപോയെങ്കിലും കിഡ്നി സ്റ്റോൺ ആണെന്ന് കാട്ടി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച യുവതിയും ഭർത്താവും നെയ്യാറ്റിൻകരയിലെത്തി. കൃഷ്ണയുടെ രക്തം പരിശോധിച്ചതിന്റെ റിസൾട്ട് വാങ്ങാൻ ഭർത്താവ് ശരത് ലാബിലേക്ക് പോയ സമയം ആശുപത്രി അധികൃതർ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ യുവതിക്കുണ്ടായി. മുഖത്തടക്കം കറുത്ത വലിയ പാടുകൾ ഉണ്ടാവുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തതോടെ യുവതിയെ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നാലെ ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിച്ചു. യുവതിയുടെ രോഗവിവരങ്ങൾ ഒന്നും തന്നെ തിരക്കാതെയാണ് ആശുപത്രി അധികൃതർ ഇഞ്ചക്ഷൻ നൽകിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതിന് പിന്നാലെ ആശുപത്രിയിലെ ഡോക്ടർ ബിനുവിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. ബന്ധുക്കൾ കൂടെ ഇല്ലാതിരുന്ന സമയത്താണ് കുത്തിവയ്പ് നൽകിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ ആരോപണം ഇങ്ങനെയാണ്: യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചാണ് കൃഷ്ണ വീട്ടിൽ നിന്ന് പോകുന്നത്. നെയ്യാറ്റിൻകരയിൽ വെച്ച് ചില ടെസ്റ്റുകൾ നിർദ്ദേശിച്ചു. ഇതിന്റെ റിസൾട്ട് വാങ്ങാൻ കൃഷ്ണന്റെ ഭർത്താവ് ശരത് പോകുന്ന സമയം നോക്കി ആശുപത്രിയിൽ നിന്ന് കൃഷ്ണയ്ക്ക് കുത്തിവയ്പ് നൽകി. അതിനു മുമ്പ് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കൃഷ്ണ അമ്മയോട് സംസാരിച്ചിരുന്നു. കുത്തിവെച്ചതിന് പിന്നാലെ കൃഷ്ണയ്ക്ക് ശ്വാസമുട്ടലുണ്ടായി. പിന്നാലെ മുഖത്ത് കണ്ണിന് സമീപത്തായി കറുത്ത പാടുകളും വന്നു. ബോധവും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇഞ്ചക്ഷൻ അല്ല, മരുന്നാണ് നൽകിയെന്ന വാദം തെറ്റാണ്. ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകി എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് അടക്കമുണ്ട്. ആളില്ലാത്ത സമയത്ത് ഏത് ഇഞ്ചക്ഷനാണ് ഡോക്ടർ നൽകിയതെന്ന് എങ്ങനെ പറയും? എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് ചോദിച്ചിട്ട് പോലും ആശുപത്രി അധികൃതർ പറഞ്ഞില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അവർ ആവർത്തിച്ചത്. 7 or 8 ബോട്ടിൽ മരുന്ന് ഡ്രിപ്പ് ഇടാൻ കുത്തിവെച്ചിരുന്നു. ചുവന്ന ബോട്ടിലിൽ ഒരു ഡ്രിപ്പ് ഇട്ടുവെന്ന് അടുത്ത ബെഡിലുണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശരീരം മുഴുവൻ നീല കളറായി. പിന്നീട് അനക്കമില്ല. തുടർന്ന് ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലെത്തി. 90% ജീവന് നഷ്ടപ്പെട്ടുവെന്നാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചത്. എങ്കിലും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. മികച്ച ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.